ചില മനുഷ്യർ അവരുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാറുണ്ട്. ഇത്തരം സൂത്രശാലികളായ മനുഷ്യരുടെ മുന്നിൽ മെഷീനുകൾ പോലും തോറ്റുപോകാറുണ്ട്. അത്തരത്തിൽ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് മനുഷ്യരെയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജപ്പാനിലെ മ്യൂസിയത്തിൽ നടന്ന ഒരു ചലഞ്ചാണിത്. ഒരു ട്രാൻസ്പാരന്റ് ബോക്സിൽ 12 കിലോഗ്രാം ഭാരമുള്ള ഒരു ഗോൾഡ് ബാർ വച്ചിട്ടുണ്ടായിരിക്കും. ഇതിന്റെ മതിപ്പ് വരുന്നത് $6,50,000 കൈ കടത്താൻ മാത്രം പാകത്തിലുള്ള ഒരു ദ്വാരവും ആ ബോക്സിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ബുദ്ധിമുട്ട് നിറഞ്ഞ ടാസ്ക് ചെയ്യാൻ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. അത്തരത്തിൽ ഇവിടെ ഒരാൾ ഈ ചലഞ്ച് വിജയിച്ചിരിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഗോൾഡ് ബാർ ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. പകരം $40 വിലയുള്ള ഒരു ഗോൾഡ് പ്ലേറ്റഡ് കാർഡാണ് ഇവർക്ക് നൽകുന്നത്. ക്ലോ മെഷീൻ ഗെയിം നമുക്ക് പരിചിതമായ ഒരു കളിയായിരിക്കും. ഇതിൽ വിജയിക്കണമെങ്കിൽ നല്ല കൃത്യതയും കഴിവും ഭാഗ്യവും ആവശ്യമാണ്. പലരും ഇതിൽ ജയിക്കാനാവാതെ കാശ് നഷ്ടപ്പെടാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ചില വിരുദ്ധന്മാർ മാഗ്നറ്റ് ഉപയോഗിച്ച് ഇതിനുള്ളിലുള്ള വസ്തുക്കൾ സ്വന്തമാക്കാറുണ്ട്. മടിയുള്ളവരായിരിക്കും ചിലപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി മുന്നോട്ട് വരിക. അത്തരത്തിൽ ഇവിടെ ഒരു ജോലിക്കാരൻ തന്റെ ജോലി എളുപ്പമാക്കാൻ കണ്ടെത്തിയ വഴിയാണിത്. ഒരു ക്രെയിൻ ഓപ്പറേറ്ററിന്റെ സഹായത്തോടെയാണ് ഇദ്ദേഹം തന്റെ പണി വേഗത്തിൽ തീർക്കുന്നത്. ഗാർഡനിങ് ചെയ്യുന്നവർക്കറിയാം പുല്ല് വെട്ടി വൃത്തിയാക്കുക സമയമെടുക്കുന്ന കാര്യമാണെന്ന്. എന്നാൽ ഈ ജോലിക്കാരൻ ടെക്നോളജിയുടെ സഹായത്തോടെ പുതിയ രീതിയിലാണ് ഈ പണി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പകുതി സമയം ലാഭിക്കാനും ഇദ്ദേഹത്തിന് സാധിക്കുന്നു. ഒരുപാട് ആഗ്രഹിച്ച കളി കാണാൻ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമമാകുമല്ലേ. എന്നാൽ കളി കാണാൻ സ്റ്റേഡിയത്തിൽ വിലക്കുള്ളതിനാൽ അലി ഡെമിർക്കിയ എന്ന തുർക്കി ഫുട്ബോൾ ഫാനിന് സാധിച്ചില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ആ കളി നേരിൽ തന്നെ കാണാൻ കഴിഞ്ഞു. അതിനായി സ്റ്റേഡിയത്തിന് പുറത്ത് ഒരു ക്രെയിനിൽ നിന്നാണ് ഇദ്ദേഹം കളി കണ്ടത്. കളിയിലെ ഓരോ നിമിഷവും ഇദ്ദേഹം ഒരുപാട് ആസ്വദിച്ച് തന്നെയാണ് കണ്ടത്. ക്ലോ മെഷീൻ ഗെയിമിൽ ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അതിനായി ചിലർ കണ്ടെത്തിയ മാർഗമാണ് മെഷീന്റെ ഉള്ളിൽ കയറി സമ്മാനങ്ങൾ എടുക്കുക എന്നത്. അത്തരത്തിൽ തായ്വാനിൽ വളരെ ഫ്ലെക്സിബിൾ ആയ ഒരു മനുഷ്യൻ മെഷീന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറുകയും അദ്ദേഹത്തിന് വേണ്ട ടോയ്സ് എടുക്കുകയും ചെയ്തു. അതുപോലെ ഈ വീഡിയോയിൽ ഒരു കുട്ടിയാണ് തനിക്ക് വേണ്ട ടോയ്സ് മെഷീന്റെ ഉള്ളിൽ കയറി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.